പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടിട്ട് ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. 119 സങ്കീർത്തനം, അതിൻ്റെ 105 വാക്യം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനവധി സന്ദേശങ്ങൾ കേട്ട് നാം അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ള ഹല്ലേലൂയ ഒരു നല്ല അനുഗ്രഹം നിറഞ്ഞൊരു ദൈവവചനമാണ് നാം വായിച്ചത്. പലർക്കും കാണാപ്പാടവും പലരും ഈ തിരുവചനം എപ്പോഴും ഉദ്ധരിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ്. ഹല്ലേലൂയ. അന്ധകാരം വീണ് കിടക്കുന്ന കൂരിരുൾ കൊണ്ട് നിറയപ്പെട്ട ഈ ലോകത്തിൽ ഹല്ലേലൂയ ഒരു ഭക്തനെ സംബന്ധിച്ച് ജീവിക്കണമെങ്കിൽ തിരുവചനം ആ വ്യക്തിയുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി മാറിയാൽ ഏത് കൂരിളിൻ്റെ അനുഭവത്തിൽ നിന്നും ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയും. ഹല്ലേലൂയ. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തിലേക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ സകലതും കൂരിരുളിൻ്റെ അനുഭവത്തിലൂടെ, ഇരുളിൻ്റെ ആധിപത്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ മനുഷ്യൻ പലപ്പോഴും ഇരുളിനകത്ത് വീണ് പാപത്തിൽ വീണ് ദൈവമായിട്ട് അകന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണ്. അവിടെയാണ് ഈ ദൈവവചനം വളരെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തേണ്ടത്. നാം വേദപുസ്തകം വായിക്കുമ്പോൾ ഈ തിരുവചനമൊക്കെ എഴുതപ്പെടുന്നതിന് മുമ്പ് വേദപുസ്തകത്തിൽ ചില വ്യക്തികളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ ഈ വചനത്തിൻ്റെ ആ മാതൃകയിൽ ജീവിച്ചിട്ടുള്ള അനവധി വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിന് ഉദാഹരണമാണ് യോസേപ്പ് എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. യോസേപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ വളരെ ശ്രേഷ്ഠകരമായ രീതിയിൽ നമുക്ക് യോസേപ്പിനെ കുറിച്ച് പഠിക്കുവാനുള്ള നമ്മൾ എപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 30 അധ്യായം 24 വാക്യം വായിക്കുമ്പോൾ യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസേപ്പ് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. അപ്പം യാക്കോബിൻ്റെ ഭാര്യയായിരുന്ന റാഹേലിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ഗർഭം ദൈവം അടച്ചു. ദൈവം അവളുടെ ഗർഭം തുറന്നു കഴിഞ്ഞ് ദൈവം അവൾക്കൊരു മകനെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം അവൾക്കൊരു മകനെ കൊടുത്തു കഴിഞ്ഞപ്പം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസേപ്പ് എന്ന് പേരിട്ടു. അതേപോലെ യോസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം തൊട്ട് ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ താൻ എപ്പോഴും ഹല്ലേലൂയ ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് പോകാതെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് താൻ ജീവിതത്തെ മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ഭക്തനായ യോസേപ്പ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. യോസേപ്പിന് 17 വയസ്സായപ്പോൾ തൻ്റെ പിതാവായിരിക്കുന്ന യാക്കോബ് തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി അവരുടെ അരികിൽ പറഞ്ഞു വിട്ടെങ്കിലും ഹല്ലേലൂയ അപ്പം യോസേപ്പിന് ദൈവം കൊടുത്തിരിക്കുന്ന സ്വപ്നം മുഖാന്തരം തൻ്റെ സഹോദരന്മാർ അവനെ ദേഷിക്കുകയും അവനെ പൊട്ടക്കുഴിയിലിടുകയും ചെയ്തു. ആ സമയത്താണ് ഇസ്മായിലി കച്ചവടക്കാരവരോട് വരികയും അങ്ങനെ അവനെ അവർക്ക് വിൽക്കുകയും ചെയ്യുന്നത്. ആ യോസേപ്പിനെ അവിടുന്ന് വിറ്റെങ്കിലും അവനെ അവിടുന്ന് കൊണ്ടുപോയി. ഹല്ലേലൂയ സ്തോത്രം. മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലിയുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായിരിക്കുന്ന പോത്തിഫർ എന്ന മിസ്രൈമിൻ അവനെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. അപ്പൊ യോസേപ്പ് പൊട്ടക്കുഴിയിലായിരുന്നുവെങ്കിലും തന്നെ അവിടുന്നും കയറ്റി. ഹല്ലേലൂയ. യോസേപ്പിനെ ഹല്ലേലൂയ ഇസ്മായിലിയർക്ക് വിറ്റു. എന്നിട്ട് അവനെ കൊണ്ടുവന്ന മിസ്രൈമിൽ ഫറവോന്റെ അകമ്പടി ഒരു ഉദ്യോഗസ്ഥനായിരുന്ന പോത്തിഫറിനെ വിറ്റു. അപ്പൊ യോസേപ്പിന്റെ ജീവിതം ഒരുപാട് കഷ്ടതകൾ കൊണ്ട് നിറയപ്പെട്ടതാണെങ്കിലും അവിടെയെല്ലാം താൻ ദൈവവചനത്തിന് ആസ്പദമായ ഒരു ജീവിതം നയിച്ചിരുന്നുവെന്ന് ഈ തിരുവെഴുത്ത് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പകൽ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ അനവധി, പുതിയ നിയമത്തിൽ അനവധി ഭക്തന്മാർ അല്ലെങ്കിൽ ഈ ദൈവവചനത്തെ ആസ്പദമാക്കി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയതുപോലെ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്തോത്രം ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകണം. ഹല്ലേലൂയ. അപ്പം മിസ്രൈമിൽ എത്തിയെങ്കിലും യോസേപ്പ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരന്മാർ തന്നെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഈ ഇസ്മായിലിയർക്ക് വിറ്റു, തന്നെ ഫറവോന്റെ ഉദ്യോഗസ്ഥന് വിറ്റത് കൊണ്ട് തൻ്റെ ജീവിതത്തെ താൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ അവിടെയും തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്ത് സൂക്ഷിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ.
അതുകൊണ്ട് ഒരുപാട് ആത്മീയ ഗുണങ്ങൾ ഈ മനുഷ്യന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഒരുപാട് ആത്മീയ ഗുണങ്ങൾ. അതെ, നാം തിരുവെഴുത്തുകൾ ഓരോ ദിവസവും നാം പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീയ ഗുണങ്ങൾ കൊണ്ട് നിറയുന്ന അനുഭവമായിരിക്കണം. ഹല്ലേലൂയ. ഒരു സാധാരണ കഥപുസ്തകം വായിക്കുന്ന പോലെ വായിച്ച് തിരുവെഴുത്തിനെ നാം മടക്കി വെക്കാതെ ഹല്ലേലൂയ, തിരുവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിൽ നാം ഭക്തന്മാരെ കണ്ടുപിടിച്ച് അവരെ മാതൃകയാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് ഹല്ലേലൂയ ആമേൻ ഇരുണ്ട സ്ഥലത്ത് ആമേൻ നമുക്ക് ഈ വചനം പ്രകാശമായി മാറുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അനവധി ആളുകൾ ഈ ദൈവവചനത്തിനകത്ത് ജീവിതം സമർപ്പിച്ചവരെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, അനവധി സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അനവധി സന്ദേശങ്ങൾ നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അനവധി സന്ദേശങ്ങൾ പറയുവാനും കഴിയും. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുന്ന ഒരു ഭക്തന് അനവധി മെസ്സേജുകൾ, അനവധി സന്ദേശങ്ങൾ പറയുവാൻ കഴിയും. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ നമ്മൾ ഒരുപാട് മെസ്സേജുകൾ പറഞ്ഞാലും സന്ദേശങ്ങൾ കണ്ടെത്തിയാലും നമ്മുടെ ആത്മജീവിതത്തിന്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് സ്തോത്രം ദൈവവചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. ഹല്ലേലൂയ. നാം വേദപുസ്തകം വാങ്ങിയത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ നമ്മുടെ വീട്ടിൽ ഉള്ളത് കൊണ്ടോ ഒരുപക്ഷെ നമുക്ക് ഈ വചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാകണമെന്നില്ല. അത് നമുക്ക് കാണുവാനും കഴിയും. പലരുടെയും കയ്യിൽ പുസ്തകങ്ങളുണ്ട്, പക്ഷേ ജീവിതമില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പം യോസേപ്പ് എന്ന് പറഞ്ഞ വാക്കിന് ആമേൻ അർത്ഥങ്ങൾ പറയുമ്പോൾ ഒരർത്ഥം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. യോസേപ്പ് എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ യാക്കോബിൻ്റെയും റാഹേലിൻ്റെയും ആദ്യത്തെ പുത്രനാണ് യോസേപ്പ് എന്ന് പറയുന്നത്. യോസേപ്പിൻ്റെ ഏകദേശം കാലഘട്ടം എന്ന് പറയുന്നത് BC 1636 മുതൽ 1746 വരെയുള്ള കാലഘട്ടമാണ്. തൻ്റെ ഈ കാലഘട്ടത്തിനകത്ത് ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിനകത്ത് പാപം പ്രവേശിക്കാതെ, ഇരുള് കൂടാതെ, ഇരുളിൻ്റെ അനുഭവത്തിലേക്ക് പോകാതെ ഹല്ലേലൂയ യോസേപ്പ് തന്നെ കാത്തു സൂക്ഷിച്ചിരുന്നു. എവിടെയും ദൈവത്തിൻ്റെ വചനം യോസേപ്പിന്റെ കാലിന് ദീപമായിരുന്നു. യോസേപ്പിന്റെ പാതയ്ക്ക് പ്രകാശമായിരുന്നു. അതുകൊണ്ട് ഭക്തനിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയരെ, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിനകത്ത് മനുഷ്യനെ വഞ്ചിക്കുന്ന പലവിധത്തിലുള്ള പൈശാചിന്റെ പദ്ധതികൾ നമുക്ക് മുമ്പിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവവചനത്തിൽ ഉറയ്ക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിന്റെ യാത്രയിൽ, ഈ മരുഭൂമി യാത്രയിൽ ഹല്ലേലൂയ, നിങ്ങൾ തളർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന അനവധി സന്ദർഭങ്ങൾ നിങ്ങൾക്ക് വന്നേക്കാം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളെ തളർത്തുന്ന അനവധി സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ, നിങ്ങൾ ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറണം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി മാറണം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് സകല സാധനങ്ങളും വാങ്ങാൻ കിട്ടും. ഹല്ലേലൂയ. എന്തിനേറെ പറയുന്ന അപ്പനെയും അമ്മയും പോലും വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും വാർത്തകൾ വായിക്കുകയും ചെയ്യുന്നു. അത്രമാത്രം നമ്മുടെ രാജ്യം, ലോകം അതമ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവഭയമില്ലാതിരിക്കുമ്പോൾ, മനുഷ്യൻ ഇരുളിനെ സ്നേഹിക്കുമ്പോൾ ഹല്ലേലൂയ, അതിൻ്റെ നടുവിനാണ് ദൈവം ഒരു കൂട്ടം ജനത്തെ വേർതിരിച്ച് ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം അവരുടെ കാലിന് ദീപവും അവരുടെ പാതയ്ക്ക് പ്രകാശമാക്കി തരുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ എൻ്റെ ജീവിതത്തിലേക്കൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ട്. എൻ്റെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇരുൾ നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു. ദൈവമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജീവിതം. ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് ഒരിക്കലും ഞാൻ ഒരു ഭക്തനായിരുന്നില്ല. ഹല്ലേലൂയ. കാരണം എൻ്റെ ജീവിതം ഒരു ഇരുൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു, ഇരുളിൻ്റെ അനുഭവമായിരുന്നു. എന്നാൽ ദൈവവചനം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൻ്റെ ഇരുൾ നീങ്ങി ഹല്ലേലൂയ, ഈ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായി മാറിയത്.
അന്ന് തൊട്ടുള്ള സമാധാനമാണ് ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തിരുവെഴുത്തുകളെ ഇത്ര ധൈര്യത്തോടു കൂടി പ്രസ്താവിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ യോസേഫ് എന്ന് പറഞ്ഞ എല്ലാ കാലഘട്ടത്തിലും നമുക്കൊരു മാതൃകാ പുരുഷനാണ്. ഹല്ലേലൂയ. ഇതുപോലൊരു മാതൃകയുള്ള മനുഷ്യനെ നാം തെരഞ്ഞു പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പ്രിയരെ, നിങ്ങളുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തുകൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഭക്തന്റെ ജീവിതത്തെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഭക്തനെ നിങ്ങൾ അനുഗമിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുള് വരത്തില്ല. സ്തോത്രം, രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഈ മനുഷ്യനെ ഒന്ന് അനുഗമിച്ച് നോക്കിയാലോ? ഹല്ലേലൂയ, സ്തോത്രം. അതേപോലെ ഈ പാതയൊക്കെ ഒന്ന് പിന്തുടർന്ന് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നാം ജീവിതത്തിൻ്റെ ഹല്ലേലൂയ വലിയ അനുഭവങ്ങൾ ഹല്ലേലൂയ ഉയരങ്ങളിലേക്ക് ഉയരുവാൻ കാരണമായി മാറും. ഹല്ലേലൂയ. നാം താഴ്ച ഭവിക്കാതെ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ, സ്തോത്രം, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. വേണമെങ്കിൽ പാപത്തിൽ വീഴുവാൻ ഉള്ള അനവധി സന്ദർഭങ്ങൾ ഈ ഭക്തനായ യോസേപ്പിനുണ്ടായിരുന്നു. പാപം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവിടെയെല്ലാം താൻ തൻ്റെ ജീവിതത്തെ കാത്തു സൂക്ഷിച്ചുവെന്ന് നമുക്ക് വേദപുസ്തകം കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഏകദേശം തൻ്റെ 110 വയസ്സ് ജീവിതം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വിശുദ്ധനായി ജീവിച്ചു എന്ന് ഏത് കാലഘട്ടത്തിലും എല്ലാ സമയങ്ങളിലും വിളിച്ചു പറയുവാൻ കഴിയും. ഹല്ലേലൂയ. അതേപോലെ നിങ്ങൾ ഈ ഭക്തനെ മാതൃകയാക്കി നിങ്ങൾ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങളെ കാണുന്നവർ ഏത് കാലഘട്ടത്തിലും പറയണം നിങ്ങളുടെ ആത്മജീവിതത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹത്തെ. ഹല്ലേലൂയ. നിങ്ങളുടെ വിശുദ്ധിയെ പുറലോകം കാണുവാൻ ഇടയാകണം. പുറലോകത്തിന് മുമ്പിൽ നിങ്ങളൊരു അശുദ്ധനായി മാറരുതെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. അതേപോലെ അനേക കാര്യങ്ങൾ നാം യോസേപ്പിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ, യോസേപ്പിൻ്റെ ജീവിത സാഹചര്യങ്ങളെ നാം തിരുവെഴുത്തിലൂടെ പഠിക്കുമ്പോൾ, ഈ യോസേപ്പ് എല്ലാ നിലയിലും യേശുക്രിസ്തുവിനൊരു നിഴലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പാപം ഒരിക്കൽ പോലും തൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ്. ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ പാപം പ്രവേശിക്കാതിരിക്കുവാൻ നിങ്ങൾ യേശുക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിതം മുന്നോട്ട് നയിക്കണം. അപ്പം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ കാലഘട്ടത്തിൽ എന്താണ്? സ്തോത്രം, യോസേപ്പിൽ അനവധി സൽഗുണങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അനവധി സൽഗുണങ്ങളുടെ ഉടമയാണ് യോസേപ്പ്. എന്നാൽ ഈ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ജീവിതം മാറി, സാഹചര്യം മാറി, സ്വഭാവങ്ങൾ മാറി, അവൻ്റെ അവസ്ഥകൾ മാറി, ഗതികൾ മാറി. ഹല്ലേലൂയ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുന്നത്, തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ്. ഹല്ലേലൂയ. അപ്പം ഇന്ന് ലോകം അങ്ങനെയാണ് പോകുന്നത്. ഇന്നും നമ്മൾ എവിടെ നോക്കിയാലും അതാണ്. അല്ലെങ്കിൽ തിന്മയെ നന്മയെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അല്ലെങ്കിൽ ഇരുട്ടിനെ വെളിച്ചമെന്ന് പറയുന്നൊരു കാലഘട്ടം. അല്ലെങ്കിൽ കയ്പിനെ മധുരമാക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടമെന്നാണ്. അല്ലെങ്കിൽ അതേപോലെ ഈ കാലഘട്ടം അങ്ങനെ തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ തിന്മയെ പലരും നന്മയായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം, മദ്യം കുടിക്കരുത് എന്ന് പറയുന്ന തിന്മ, അല്ലെങ്കിൽ അത് നന്മയാണെന്ന് ഘോഷിക്കുന്നവരാണെന്ന് പലരും. ഹല്ലേലൂയ. പാൻമസാലകൾ, മയക്കുമരുന്നുകൾ തിന്നരുത്, ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അത് തിന്മയാണെന്ന് പറഞ്ഞാൽ അല്ലത് നന്മയാണെന്ന് വാദിക്കുന്നൊരു കൂട്ടജനം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒത്തിരി ഈ ലോകത്തിന്റെ പാപങ്ങൾ പലതിലും അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ എന്താണ് പറയുന്നത്? ആ തിന്മയെ നന്മയെന്നാണ് പറയുന്നത്. ഇരുളിനെ വെളിച്ചമെന്ന് പറയുക. അവൻ ജീവിതത്തിന്റെ ഇരുളുകൾ, പാപ സ്വഭാവങ്ങൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ, പാപം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ ഇരുളിനെ നോക്കിയിട്ട് അവർ വെളിച്ചമെന്ന് പറയുക. ഹല്ലേലൂയ, സ്തോത്രം. ആ വെളിച്ചത്തിനെ വെളിച്ചത്തെ എന്നിട്ട് അവരെന്ത് ചെയ്യും? ഇരുട്ടാക്കി മാറ്റും. അപ്പോൾ ഇരുളിനെ വെളിച്ചമാക്കി മാറ്റിയും വെളിച്ചത്തെ ഇരുട്ടാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു തലമുറ. ഹല്ലേലൂയ, സ്തോത്രം. കയ്പിനെ മധുരമെന്ന് പറയും. ഹല്ലേലൂയ. ഇപ്പം അതിലൊരു ഏത് അവർക്ക് കയ്പിൻ്റെ അനുഭവം കടന്നു വന്നാലും അവർ പറയുന്നതിന് മധുരമാണെന്ന് പറയും. ഏത് വിഷം കൊടുത്താലും മനുഷ്യൻ പറയും നല്ലതാണ്. ഹല്ലേലൂയ. ആ ഒരു അനുഭവമായി മാറി നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പം കയ്പിനെ കയ്പിനെ മധുരമെന്നും മധുരത്തെ കയ്പ് ആക്കുകയും ചെയ്യുന്ന ഒരു തലമുറ.
അവരെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്, അയ്യോ കഷ്ടം. അതേ പ്രിയരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണെങ്കിൽ ഒരിക്കലും നമ്മൾ തിന്മയെ നന്മയെന്ന് പറയുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇരുളിനെ വെളിച്ചമാക്കത്തില്ല, വെളിച്ചത്തെ നമ്മൾ ഇരുട്ടുമാക്കത്തില്ല, കയ്പിനെ നമ്മൾ മധുരമാക്കാതെ മധുരമാക്കത്തുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, നാം ജീവിതത്തിൽ നാം ദൈവവചനത്തെ അനുസരിക്കുമ്പോഴാണ് നമുക്ക് തിന്മയെ വെറുത്ത് ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രവാചകന്റെ വാക്കുകൾ എത്ര ശ്രേഷ്ഠകരമായാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ ചെവി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു പോകും. അതേപോലെ ഈ കാലഘട്ടം കണ്ണുനീരിന്റെ അനുഭവമാണ്, സങ്കടത്തിന്റെ അനുഭവമാണ്, ദുഃഖത്തിന്റെ അനുഭവമാണ്. എവിടെയും നിലവിളി മാത്രം ഉയരുന്നു, എവിടെയും കണ്ണുനീർ മാത്രമാണ്, എവിടെയും മരണമണികൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഭവനങ്ങൾക്കകത്ത് സമാധാനമില്ല, പട്ടണങ്ങൾക്കകത്ത് സമാധാനമില്ല. ഒരു മനുഷ്യരുടെ ഇടയിൽ സമാധാനമില്ലാതെ തിന്മയെ നന്മയെന്ന് പറഞ്ഞ് വെളിച്ചത്തെ ഇരുട്ടാക്കി മാറ്റി, കയ്പിനെ മധുരമാക്കി മാറ്റിക്കൊണ്ട് മനുഷ്യൻ പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിങ്ങൾ യോസേപ്പിനെ പോലെ നിങ്ങൾ മടങ്ങി വരുവാൻ കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവവചനത്തിൽ മടങ്ങി വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം പ്രാപിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് 2 പത്രോസിൻ്റെ ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ആ 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ കരുതിക്കൊണ്ടാൽ നന്നത്. ഹല്ലേലൂയ. എന്താണ് ദൈവവചനം പറയുന്നത്? സ്തോത്രം. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പത്രോസൊക്കെ പറയുന്നത്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിതി കഥകളെ പ്രമാണമാക്കിയല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവനും മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായത് കേട്ടു. പ്രവാചക വാക്യവും ആദിയും സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോൾ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യണം? അതിനെ കരുതിക്കൊള്ളണമെന്നാണ്. അപ്പം നമ്മൾ ആ ഒരു അനുഭവം പത്രോസൊക്കെ ഈ വചനം എഴുതുന്നത് വെറും നിർമ്മിതി കഥകൾ ഉപയോഗിച്ചല്ല, ദൈവത്തോടൊപ്പം മറുരൂപമാരിയിൽ ദൈവത്തിൻ്റെ പർവ്വത ദൈവത്തിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് അപ്പോസ്തലൻ ഇത് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഉദയനക്ഷത്രം ഉദിക്കണം. സ്തോത്രം. യേശു ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിനകത്ത് പ്രകാശിക്കുന്നെങ്കിൽ, ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വരുന്നെങ്കിൽ നാം പാപത്തിന്റെ വശീകരണത്തിലേക്ക് പോകയില്ല, രക്തം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഇരുണ്ട സ്ഥലത്ത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വെളിച്ചം പോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രകാശം ശോഭിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഇരുള് മാറുവാൻ ഏറ്റവും അതിപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നാം ദൈവവചനത്തിലേക്ക് വരിക എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, ഭക്തന്മാരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി മാറട്ടെ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ സദൃശ്യവാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. സദൃശ്യവാക്യം 6-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. രക്തം ചെയ്യും. അതുകൊണ്ട്
അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിന് വചനം കേൾക്കുന്ന സഹോദര സഹോദരി, പ്രിയ മാതാവി പിതാവി, ദൈവത്തിന്റെ കൽപ്പന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദീപമായി മാറണം. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറയ്ക്ക് അതൊരു ദീപമായി മാറണം. ദൈവത്തിന്റെ ഉപദേശം നിങ്ങൾക്കൊരു വെളിച്ചമായി മാറണം. ദൈവോധനം എന്ന് പറയുന്നത് പ്രബോധനത്തിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ശാസനകൾ അത് ജീവന്റെ മാർഗമായി മാറണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ സദൃശവാക്യം 6-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം വെറുക്കുന്ന അല്ലെങ്കിൽ അനവധി പാപ സ്വഭാവങ്ങളെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ദൈവം വെറുക്കുന്ന പാപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന വചനം, ദൈവത്തിന്റെ കൽപ്പന ഒരു ദീപവും ഉപദേശം വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമായി മാറണമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരെ സ്നേഹിതരെ, ഈ തിരുവചനമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും അനുഗ്രഹമായി മാറുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയണം. പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ച് നമ്മെ നശിപ്പിക്കരുത്, നമ്മുടെ നിത്യത നഷ്ടമാക്കി കളയരുത്. യേശു വരാൻ സമയമായി. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവമായിട്ട് ചേർന്നിരിക്കണം. ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞതായിരിക്കാം, ഒരുപക്ഷെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊന്നും ഇല്ലാത്ത അനുഭവമായിരിക്കാം. അങ്ങനെ നിങ്ങൾ കടന്നുപോയാൽ നിങ്ങൾ പഴയ നിയമത്തിലെ ഭക്തനായിരിക്കുന്ന യോസേപ്പിനെ നിങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കി യോസേപ്പിന്റെ ജീവിതത്തെ സൽഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, ഹല്ലേലൂയ, നിങ്ങളുടെ പരാജയത്തിന്റെ അനുഭവങ്ങളെ മാറ്റി ദൈവം നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരും. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് രാമൻ പറഞ്ഞാൽ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും നമ്മെ നിലനിർത്തുന്നത്. അതേപോലെ ദൈവത്തിന്റെ വാചനം, ഞാൻ വീണ്ടും പറയട്ടെ, നിന്റെ വാചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അത് അങ്ങനെ ആ വചനത്തിൽ ജീവിക്കുന്ന വ്യക്തി ഈ ഭൂമിയിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ഏത് പ്രതിസന്ധിയിലും അവർ അതിനെ തരണം ചെയ്യും. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മെ തകർക്കുവാൻ പിശാചിന് കഴിയത്തില്ല. സ്തോത്രം. നമ്മെ ഉടച്ചു കളയുവാൻ പിശാചിന് കഴിയത്തൊരു ഭക്തൻ ദൈവവചനത്തിലൂടെ യാത്ര ചെയ്താൽ ഹല്ലേലൂയ, പിശാച് അവന്റെ അരിക്കലെടുക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം വചനമായിരിക്കട്ടെ നമ്മെ നിലനിർത്തുന്നത്. സ്തോത്രം. അപ്പം നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഈ സ്തോത്രം ഹല്ലേലൂയ, ഈ യോസേപ്പ് ഒരു മാതൃകയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു എന്ന് വരുമ്പോൾ ഹല്ലേലൂയ, നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ വളർത്തുപിതാവായിരിക്കുന്ന യോസേപ്പ് ഒരു മാതൃകാ പുരുഷനാണ്. ഹല്ലേലൂയ. യോസേപ്പ് യേശുക്രിസ്തു വളർത്തുപിതാവ് യോസേപ്പും ഒരു മാതൃകാ പുരുഷനാണ്. നമുക്കറിയാം ലൂക്കോസ് സുവിശേഷം 3:23 വായിക്കുമ്പോൾ ഇവൻ ഹേലിയുടെ മകൻ ദാവീദിന്റെ പട്ടണമായി ബേഥൽഹേമിൽ ജനിച്ച ഈ യോസേപ്പ് നസറേത്തിൽ തച്ചനായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ അമ്മയപ്പനായ യാക്കോബിന്റെ പുത്രിയായ മറിയെ വിവാഹം ചെയ്തു. അതെ, സ്തോത്രം. അതേപോലെ ഈ യോസേപ്പ് ഒരു മാതൃകാ മനുഷ്യനാണ്. അപ്പം നമ്മളെല്ലായിടത്തും മാതൃകാ ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യതയിലെത്താൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ എങ്ങനെ ജീവിച്ചിട്ട്, ഇവിടെ നമ്മൾ എങ്ങനെ നടന്നിട്ട് നമ്മൾ സ്വർഗരാജ്യത്തിലെത്തുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. പാപികൾക്ക് വസിക്കുവാനുള്ള ഇടമല്ല സ്വർഗം. ഹല്ലേലൂയ. സ്വർഗം ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കുന്നതാണ്, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവവചനത്തെ ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരുപാട് സ്വീകരിക്കുവാൻ കഴിയണം. നിങ്ങളുടെ കരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ദൈവവചനം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ദൈവവചനം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കാതുകളിൽ ഈ ദൈവവചന ശബ്ദം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെയൊക്കെ നിങ്ങൾ തിരസ്കരിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും ഇവിടെ മരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മരണാനന്തര ജീവിത സ്തോത്രം. ഹല്ലേലൂയ. ആ സ്വർഗീയ പരദീസയിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കാലിന് ദീപമായും ദൈവത്തിന്റെ വചനം നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായി മാറണം. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം, സഭാപിതാക്കന്മാരെ കുറിച്ച് അനവധി ആളുകളെ നാം പഠിച്ചാൽ അവരുടെ ജീവിത സാക്ഷ്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പലരുടെയും ജീവിതത്തിൽ മാതൃകയോടുകൂടി അവർ ജീവിച്ചത് കാണാൻ കഴിയും. പലരുടെയും ജീവിതത്തിൽ മാതൃകയുള്ള അനുഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പലരുടെയും ജീവിതങ്ങൾ നാം കാണുമ്പോൾ അവരെ നമുക്ക് അവരുടെ പാത പിന്തുടരാൻ തോന്നും. ഹല്ലേലൂയ. സ്തോത്രം.
അപ്പോൾ ഈ യോസേപ്പിൻ്റെ ജീവിതം എന്ന് പറഞ്ഞത് ഏകദേശം BC 1636 തൊട്ട് ഏകദേശം BC 1746 വരെയുള്ള കാലഘട്ടങ്ങളിൽ തൻ്റെ ജീവിതം മുഴുവൻ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതേ പ്രിയരെ, സ്തോത്രം. നാം ദൈവവചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പം യാക്കോബിൻ്റെ പുത്രനായ യോസേപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവനെ ദൈവം വർദ്ധിപ്പിക്കുക എന്നൊരർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ദൈവവചനത്തിൽ നിൽക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ഈ കൊറോണയുടെ കാലഘട്ടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതം മുഴുവൻ പരാജയമാണ്. പണികളില്ല, ജോലിയെല്ലാം നഷ്ടപ്പെട്ട് എല്ലാ സ്ഥാപനങ്ങളും അടച്ച് വാഹനങ്ങളൊന്നും ഓടുന്നില്ല. മനുഷ്യന് മുമ്പോട്ട് പോകാൻ എല്ലാ പഴുതുകളും അടഞ്ഞു കിടക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുകയാണ്. സ്തോത്രം. യോസേപ്പിനെ നമ്മൾ മാതൃകയാക്കി യോസേപ്പിന്റെ ജീവിതത്തിൽ സൽഗുണങ്ങളെ നാം മുന്നോട്ട് പിന്തുടരുന്നെങ്കിൽ ദൈവം നമ്മെ യോസേപ്പിനെ വർദ്ധിപ്പിച്ചതുപോലെ നമ്മെ വർദ്ധിക്കും. ഹല്ലേലൂയ. അപ്പം യോസേപ്പിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സൽഗുണങ്ങൾ. താൻ മിസ്രൈമിൽ ചെന്ന് കഴിഞ്ഞ് മിസ്രൈമിൽ കഠിനമായ ക്ഷാമം വരുമെന്നും ആ ക്ഷാമത്തെ നേരിടുവാൻ വീണ്ടും ആലോചന പറഞ്ഞു കൊടുത്തതും യോസേപ്പാണ്. ഹല്ലേലൂയ. തൻ്റെ ദിവ്യമായ ജ്ഞാനം കൊണ്ടും തൻ്റെ ജ്ഞാന ലക്ഷണങ്ങൾ കൊണ്ടും ദൈവം തന്നിൽ പകർന്നിരിക്കുന്ന ആ മഹത്തായ ദർശനങ്ങൾ കൊണ്ടും താൻ ആലോചന പറഞ്ഞതുകൊണ്ട് താൻ അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു? യോസേപ്പ് മിസ്രൈമിലായിരുന്നപ്പോൾ യോസേപ്പ് മിസ്രൈമിലുണ്ടായിരുന്ന സകല ധാന്യങ്ങളും വാങ്ങി യോസേപ്പിന്റെ പാണ്ഡികശാല നിറച്ചു. ഹല്ലേലൂയ. അപ്പൊ യോസേപ്പിന്റെ പാണ്ഡികശാല നിറഞ്ഞത് കൊണ്ട് മിസ്രൈമിൽ കഠിന ക്ഷാമം വന്നപ്പോൾ ഹല്ലേലൂയ, ആ ദേശത്തുള്ള സകലർക്കും ഹല്ലേലൂയ യോസേപ്പ് അവിടെ ഭക്ഷണം ആഹാരത്തിനുള്ള വക കൊടുത്തു എന്നുള്ളതാണ്. അതേപോലെ ഈ കൊറോണ കാലഘട്ടത്തിൽ സ്തോത്രം ഹല്ലേലൂയ, വളരെ ക്ഷാമങ്ങൾ കടന്നു വരാം, വളരെ പ്രതിസന്ധികൾ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം. ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിനാണ് കടന്നു പോകുന്നത്. എന്നാൽ യോസേപ്പിൽ അടങ്ങിയിരിക്കുന്ന ദിവ്യഗുണങ്ങളും സൽഗുണങ്ങളും ആ ദിവ്യ ജ്ഞാനവും ഒക്കെ നാം യോസേപ്പിനെ കണ്ടുപഠിച്ച് ദൈവത്തിന്റെ വചനം നമ്മുടെ പാതയ്ക്ക് പ്രകാശവും നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമാണെങ്കിൽ ഈ ദാരിദ്ര്യത്തിന്റെ ഈ ക്ഷാമകാലത്ത് ദൈവം നമ്മെ വർദ്ധിപ്പിക്കും. നമ്മുടെ കുടുംബത്തിനകത്ത് വേണ്ടുന്നതിനൊക്കെ തന്ന് നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാട്ട് അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ദൈവജനം പറയുന്ന സ്തോത്രം, നിങ്ങളെ ദൈവം സകല വിധത്തിലും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങളുടെ ക്ഷീണത്തിന്റെ അവസ്ഥയെ മാറ്റി, നിങ്ങളുടെ കുടുംബത്തിന്റെ ശൂന്യതയെ മാറ്റി, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന ശൂന്യതയെ മാറ്റി നിങ്ങളെ സകല വിധത്തിലും അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സകല വിധത്തിലും ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകൾ മറ്റാരോടും പറയുവാൻ കഴിയാതെ, മറ്റാരുടെ മുമ്പിൽ അത് പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയാതെ, ഹൃദയത്തിന്റെ അകത്തളങ്ങൾ ഒതുക്കി കണ്ണുനീർ തൂകുന്ന ചില വിഷയത്തിന് വേണ്ടി ദൈവം ഇന്ന് പകൽ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുതിരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുതിരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറയെക്കുറിച്ച് അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന മാരകമായ രോഗത്തെക്കുറിച്ച് അറിയുന്ന ദൈവമുണ്ട്. മരണകരമായ അനുഭവത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആ സാഹചര്യത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അത് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയുമോ? നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മൾ തിന്മയെ നന്മയെന്ന് പറയരുത്. വെളിച്ചത്തെ നമ്മൾ ഇരുട്ടാക്കരുത്. ഹല്ലേലൂയ. കൈപ്പിന് നമ്മൾ മധുരമാക്കരുത്. നാം ദൈവവചനത്തിലേക്ക് വന്ന സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ മാതൃകയാക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരു ഭക്തനെ യോസേപ്പിനെയാണ് മാതൃകയാക്കുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു മാതൃകാ പുരുഷനുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അല്ലെങ്കിൽ അതേപോലെ യേശു ക്രിസ്തുവിനെ നിങ്ങൾ പിന്തുടരണം. യേശുവിനെ അനുഗമിക്കണം. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കണമെങ്കിൽ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, യേശു നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ, യേശു നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തിലെ ഇരുട്ടിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാചനം എപ്പോഴും നിങ്ങളുടെ കാലിന് ദീപമായിരിക്കും, നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കും. നിങ്ങൾ എവിടെ കാലി വെച്ചാലും അവിടെ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയരെ, വേദപുസ്തകം ഇപ്രകാരം എഴുതി, സങ്കീർത്തന പുസ്തകം ഹല്ലേലൂയ 107:38 ഇവിടെ എഴുതി വെച്ച്, അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ ഇടവരുത്തുന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. അതേ ദൈവം നമ്മെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്യന്തം പെരുക തന്നെ ചെയ്യും.
ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള സകല നന്മകളും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന് മാതൃകയാക്കി മാറ്റാൻ ഈ പ്രഭാതത്തിൽ കഴിയുമോ? ഹല്ലേലൂയ. സ്തോത്രം. അത് എല്ലാ ദിവസങ്ങളും നിങ്ങൾ വചനം വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവരും അനവധി മെസ്സേജുകൾ കേൾക്കുന്നവരുമാണ്. അതേപോലെ എന്തുകൊണ്ടാണ് ജീവിതത്തിൻ്റെ കണ്ണുനീര് മാറാതെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ മാനസിക പ്രയാസങ്ങൾ മാറാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ സങ്കടങ്ങൾ മാറാത്തത്? ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നാം തന്നെ നമ്മെ തന്നെ ശോധന ചെയ്തിട്ട് ഹല്ലേലൂയ ആമേൻ നമ്മുടെ ഹൃദയത്തിൽ ദൈവം പ്രകാശിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം വരണം. നമ്മുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം വരണം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവവചന വായനയും ദൈവവചന പഠനവും ഹല്ലേലൂയ ദൈവത്തോട് ചേർന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമായൊരു കൂട്ടായ്മയുണ്ടെങ്കിൽ, ദൈവമായിട്ടൊരു ബന്ധം പുലർത്തുകയാണെങ്കിൽ, കുടുംബത്തിനകത്ത് മാതാപിതാക്കൾ മക്കളെല്ലാം ഒന്നിച്ച് ചേർന്ന് സ്തോത്രം ഹല്ലേലൂയ ദൈവമായിട്ട് ചേർന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഇരുള് മാറിപ്പോകും. ഹല്ലേലൂയ. സ്തോത്രം. അത് ഇന്ന് പകൽ നിങ്ങൾക്ക് ആ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ? എൻ്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊന്നിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇപ്പം നാം കടന്നു പോകുന്ന വല്ലാത്ത ദുരന്തത്തിലാണ്. കൊറോണ നമ്മുടെ മഹാവ്യാപനം നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും വളരെ നിറഞ്ഞു നിൽക്കുകയാണ്. ലോകരാജ്യങ്ങളും അതുപോലെ തന്നെയാണ്. അതേപോലെ ഈ പകൽ നമുക്കൊന്നിച്ച് ആ പഴയ നിയമ കാലഘട്ടത്തിൽ യോസേഫ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ദിവ്യ ഗുണങ്ങൾ, ആ സൽഗുണങ്ങൾ നാം കണ്ടുകൊണ്ട് തൻ്റെ ജീവിതം 110 വയസ്സ് പാപം പ്രവേശിക്കാതെ ദൈവ വചനമനുസരിച്ച് യോസേഫിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം തൻ്റെ കാലിന് ദൈവത്തിൻ്റെ പാതയ്ക്ക് പ്രകാശവുമായി ഇരുന്നത് പോലെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മാതൃകാ ജീവിതം നമുക്ക് നയിച്ച് പാപമില്ലാതെ നമുക്ക് വേണ്ടി ജീവിച്ച് കാണിച്ചതുപോലെ ഹല്ലേലൂയ നമുക്ക് യേശുവിനെ പിന്തുടരാൻ കഴിയട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഭക്തന്മാർ ഒരുപാട് പേരെ ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. എല്ലാ ഭാഗത്തേക്കും നമുക്ക് തിരികെ സമയമില്ല. അതുകൊണ്ട് ദൈവം പറയും, നീ ഇടത്തോട്ടോ വലത്തോട്ടോ പരക്കും. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് പറയാണ് ഹല്ലേലൂയ, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുമെന്ന്. ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യുമെന്ന്. അത് ദൈവത്തിൻ്റെ വാക്തത്വം വചനങ്ങൾ. ഈ പ്രവചന ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടില്ലെന്ന് നടിച്ചിരിക്കാതെ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ അനുഗ്രഹമാണ്. അത് ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശൂന്യതയെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യഹോവ എനിക്ക് ഇനി ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യോസേഫ് എന്ന് പേരിട്ട്. യോസേഫ് എന്ന പേരിനെ ഒരർത്ഥം വർദ്ധിപ്പിക്കുക. അത് ഇന്ന് പകൽ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മാതൃകയുള്ള ഭക്തനെ പോലെ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമുക്കിവിടെ മാതൃകയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ യേശുവിനെ മാത്രമാണ്. അതേപോലെ ഈ കൊറോണ കാലഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇരുളിനെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനും പഠിപ്പാനും ഗ്രഹിപ്പാനും ഞങ്ങൾക്ക് തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവി, ഞങ്ങളായിരിക്കുന്ന ഈ ഭൂമിയിൽ കർത്താവി വളരെ ക്ലേശകരമായ അനുഭവത്തിൽ കടന്നു പോകുന്നു. എന്നാൽ പഴയ നിയമത്തിലെ ഭക്തനായിരുന്ന യോസേഫിനെ കർത്താവി അനവധി ദിവ്യ ഗുണങ്ങൾ കർത്താവി തന്നിൽ ഉണ്ടായിരുന്ന പോലെ മാതൃകയാക്കി മുമ്പോട്ട് പോകാൻ കഴിയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ സകല ജനതയും ഹല്ലേലൂയ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പാപങ്ങളിലേക്ക് പ്രവേശിക്കാതെ ഹല്ലേലൂയ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്ന ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം അവരുടെ കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശവുമായി അവർ കടന്നു പോകുന്നവർക്കെല്ലാം ദൈവസാന്നിധ്യം നിറയണം. ഹല്ലേലൂയ. യോസേഫ് എന്ന വാക്കിനെ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് ജനത്തെ സകലത്തിലും വർദ്ധിപ്പിക്കുന്ന ഇന്ന് പകൽ എല്ലാ ശൂന്യതയൊന്ന് മാറുന്ന അനുഭവത്തിലേക്ക് സകല ജനത്തെ ഒരുക്കണമേ. കൊറോണ കർത്താവി വളരെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവി കൊറോണയെ കർത്താവി മഹാമാരി കർത്താവി രോഗികളായി വെല്ലേറ്റ് കിടക്കുന്നവർക്കെല്ലാം സൗഖ്യം കൊടുക്കുവാൻ, ഐസിയുകൾക്ക് സൗഖ്യം കൊടുക്കുവാൻ, ഭവനത്തിൽ കൊറോണ സൗഖ്യം കൊടുക്കണ്ടായി പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റും ഇന്നത്തെ ടെസ്റ്റും ഒക്കെ നടക്കുമ്പോൾ എല്ലാം നെഗറ്റീവായി മാറുവാൻ, പൂർണ്ണമായി കേരളത്തിൽ ഈ രോഗം അപ്രത്യക്ഷമായി മാറുവാൻ ഞങ്ങൾ ദൈവവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഈ രോഗം അപ്രത്യക്ഷമായി മാറുവാൻ, സാധാരണ അനുഭവത്തിലേക്ക് രാജ്യം കടന്നിടുവാൻ, കേരളം കടന്നിടുവാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന 7 വൻകരകളിലും കർത്താവി ഈ അനുഭവം ഉണ്ടാകേണ്ടതായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും യൂറോപ്യൻ, ഏഷ്യൻ, ആഫ്രിക്ക, ഓസ്ട്രേലിയൻ രാജ്യങ്ങളിൽ അന്റാർട്ടിക്ക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡമായി 100 800 കോടിയിലധികം വരുന്ന ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അവരുടെ കുടുംബങ്ങൾക്കായി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശ പൗരന്മാരെ ഓർത്ത് ഇന്ത്യൻ വംശീയർക്കായി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യം ജോലി ചെയ്യുന്നവർ പഠിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഹല്ലേലൂയ, പട്ടാള മേധാവി, ഗവർണർ, വിവിധ ഗോത്രങ്ങൾ ഭരിക്കുന്നവർ, ദ്വീപുകൾ ഭരിക്കുന്നവർ എല്ലാം ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു വലിയ ഉണർവ് വിദേശ രാജ്യങ്ങൾ അയക്കണമേ. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിന് വേണ്ടി 29 സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാർ, MLA-മാർ, ഗവർണർമാർ, കളക്ടർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും അനുഗ്രഹിക്കണമേ. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അധികാരികൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ബ്ലോക്ക് തലത്തിലും കർത്താവ്, താലൂക്ക് തലത്തിലും എല്ലാ ഭരണ സംവിധാനങ്ങളും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ജില്ലാ തലത്തിലായിരിക്കുന്ന എല്ലാവരും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ്, ദൈവവചനത്തിലേക്ക് മടങ്ങി വന്ന് നല്ലേറിയ ജീവിത വിശുദ്ധിയോടെ ദൈവത്തിന് പ്രസാദമുള്ള നല്ല ഭരണങ്ങൾ കാഴ്ചക്കും അധികാരികൾ ഒരുക്കണം. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലേറിയ എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, MP-മാർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഓഫീസ് സ്റ്റാഫുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഉപരാഷ്ട്രപതി, എല്ലാ രാജ്യസഭ MP-മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ലേറിയ ലോകസഭ, രാജ്യസഭ, നിയമസഭ സ്പീക്കർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഡെപ്യൂട്ടി സ്പീക്കർമാരെ, VP-നെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയമ ഉപദേശന്മാർ, ഭരണതന്ത്രജ്ഞന്മാരെ ഓർക്കുകയാണ്. കർത്താവ്, IAS, ISF, IPS രംഗത്ത് നിൽക്കുന്നവർക്കായി അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ കർത്താവ് ചീഫ് സെക്രട്ടറിമാരെ ഓർത്ത് വിവിധ രാജ്യങ്ങളിൽ അംബാസിഡർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടെ എല്ലാ കർത്താവ് ദൈവതലത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾക്കായി പ്രാർത്ഥിക്കുന്നു. BSF-നായി കർത്താവ്, CFM-നായി അതിർത്തികൾ കാക്കുന്ന എല്ലാവരും സൂക്ഷിക്കുന്ന കുടുംബങ്ങളെ എല്ലാ ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അതിർത്തികളായിരിക്കും സകല ജനത്തെ സൂക്ഷിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. അതിർത്തി രാജ്യമായിരിക്കുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ടിബറ്റ്, മാലി, മ്യാൻമർ, കജാഖിസ്ഥാൻ അടക്കമുള്ള അതിർത്തികളിൽ താമസിക്കുന്ന സകല ജനത്തെ സൂക്ഷിക്കണമേ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഹല്ലേലൂയ പലപ്പോഴും കേൾക്കുമ്പോൾ കർത്താവ്, ജീവഹാനിയില്ലാതെ ഞങ്ങളുടെ ജനത്തെ സൂക്ഷിക്കണമേ, രാജ്യത്തെ സൂക്ഷിക്കണമേ. അതിർത്തി കാക്കുന്നവരെല്ലാം സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിയുടെ കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കർത്താവി, ഞങ്ങളുടെ സാമ്പത്തിക വിദഗ്ധന്മാർ, ആസൂത്രണ അധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയൊരു കർത്താവി, വിവരാവകാശ കമ്മീഷനായി ന്യൂനപക്ഷ കമ്മീഷനായി വനിതാ കമ്മീഷന് വേണ്ടി വനിതാ കമ്മീഷന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ എയർപോർട്ട് ജീവനക്കാർക്കായി കസ്റ്റംസ് ഓഫീസർമാരോട് എയർ ഹോസ്റ്റനായി പ്രാർത്ഥിക്കുന്നു. കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടതിന്റെ കർത്താവ്, നിർമ്മാതാക്കൾ, വിൽപ്പനക്കാരി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. താപാലങ്ങൾ തലമുഖം ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പൊതുമേഖലയിൽ സകല മേഖലയിലും ആയിരിക്കുന്നവർക്കായി പ്രവർത്തിക്കണമേ. എല്ലാ സയന്റിസ്റ്റ് എഞ്ചിനീയർമാരെയോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. എല്ലാ വഴിയോര കച്ചവടങ്ങളും എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കുവാൻ എല്ലാ മോട്ടോർ സർവീസുകളും കർത്താവ്, എല്ലാ ബസ് സർവീസുകളും, ട്രെയിൻ സർവീസുകളും, വിമാന സർവീസ് ആരംഭിക്കുവാൻ അത് മുഖാന്തരം ജോലി ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം കർത്താവ് ദിവസങ്ങളിൽ അല്ലുരിയ അവരോട് കഴിവ് തോന്നണമേ. എല്ലാ മേഖലയും തുറന്ന് പ്രവർത്തിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. ആരാധനാലയങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കാൻ കർത്താവ്, പ്രായഭേദവൻ്റെ എല്ലാവരും ആരാധനയിൽ കടന്നു സംബന്ധിപ്പാൻ ഇടയാകണമേ. അല്ലുള്ള സ്കൂളുകളെല്ലാം തുറക്കേണ്ട, കുഞ്ഞുങ്ങളുടെ പഠനമെല്ലാം സാധാരണ നിലയിലേക്ക് വരുവാൻ ഹല്ലേലൂയ കർത്താവെ പ്രാർത്ഥന. ഓൺലൈൻ പഠനം പല കുഞ്ഞുങ്ങൾക്കും കർത്താവെ മനസ്സിലാകാതെ, പലവർക്ക് കമ്പ്യൂട്ടറുകളില്ലാതെ, ഇന്റർനെറ്റ് ഇല്ലാതെ, മൊബൈൽ കരണ്ടില്ലാത്ത അനേക സ്ഥലങ്ങൾ ഇന്നുകൊണ്ട് അവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ദൈവം മാനിക്കണമേ. കർത്താവി, പല ഭവനത്തിലും മാതാപിതാക്കൾ കർത്താവി കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിലെ സിലബസുകൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലം. ഹല്ലേലൂയ, അവിടെ സ്കൂളുകളെല്ലാം തുറന്ന് പ്രവർത്തിയാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടും ഇടയാകരുത്. അല്ലെങ്കിൽ ഉപരിപഠനത്തിൽ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, +1 കർത്താവ് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവ് ഇത് ഡിഗ്രികൾ കഴിഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞവർക്ക് ജോലിക്ക് പ്രവേശിപ്പാൻ ദൈവം ഇടയാകണം. വിദേശത്ത് കടന്നു പോകാനൊക്കെ എല്ലാം ഒരുക്കണമേ. കായിക മന്ത്രാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാർഷിക വിഭവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവി സ്തോത്രം. ഇന്ന് പകൽ കർത്താവി കരയിലും കടലും വാഹനത്തിൽ യാത്രയില്ലധികം സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവി അർദ്ധരാത്രിയുള്ള ലോക്ക്ഡൌൺ പിൻവലിക്കുമ്പോൾ കർത്താവി ജനത്തിന് സാധാരണ ജീവിതം മടങ്ങി വരുവാൻ ഹല്ലേലൂയ. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും 1446 പഞ്ചായത്തുകൾക്കകത്തും ലോക്ക്ഡൌൺ പൂർണ്ണമായി പിൻവലിച്ച് രോഗം പൂർണ്ണമായി മാറി ഹല്ലേലൂയ ജനജീവിതം സാധാരണ ഇതിലേക്ക് വരടനായി പ്രാർത്ഥിക്കും. വാടക കൊടുക്കാൻ മാർഗമില്ലാതെ കഴിയുന്നവർ